മക്കളെ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ കെപ്ലേഴ്സ് ലോ പഠിക്കുന്നുണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ നോക്കിക്കോ. ദി കൈനറ്റിക് എനർജീസ് ഓഫ് എ പ്ലാനറ്റ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അബൌട്ട് ദി സൺ അറ്റ് ദി പൊസിഷൻ എ ബി ആൻഡ് സി ആർ കെ എ കെ ബി ആൻഡ് കെ സി റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അതായത് ഒരു പ്ലാനറ്റ് എന്ത് ചെയ്യാണ്, ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ പ്ലാനറ്റ് അബൌട്ട് സൺ ആണ് കറങ്ങുന്നത്. 3 പൊസിഷൻ പറയുന്നുണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അവിടെയൊക്കെയുള്ള കൈനറ്റിക് എനർജികളാണ് കെ എ, കെ ബി ആൻഡ് കെ സി. റെഡി? എ സി is the major axis and SB is perpendicular to AC at the position of the sun as shown the figure. Then അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലുതേതാ, ഏറ്റവും ചെറുതേതാ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നോക്ക്, കെപ്ലറുടെ രണ്ടാമത്തെ ലോ ഉണ്ട്, ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അവിടെ നമ്മൾ പറയുന്നുണ്ട് ഒരു പ്ലാനറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് സണ്ണിന്റെ അടുത്തെത്തുമ്പം അതിന്റെ സ്പീഡ് കൂടുതലാണ്, സണ്ണിൽ നിന്നും ദൂരെ പോകുമ്പോൾ അതിന്റെ സ്പീഡ് കുറവാണ്. അപ്പൊ മാക്സിമം സ്പീഡ് ഉണ്ടാവുക എയിൽ എത്തുമ്പോഴും മിനിമം സ്പീഡ് ഉണ്ടാവുക സിയിൽ എത്തുമ്പോഴാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ചെയ്താലോ, വെലോസിറ്റി അറ്റ് എ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി അറ്റ് ബി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി അറ്റ് സി. ഏറ്റവും കൂടുതൽ എയിലാണ്, ഏറ്റവും കുറവ് എവിടെയാണ്, സിയിലുമാണ്. അപ്പൊ ഇതിന്റെ റേഷ്യോയിൽ തന്നെ, ഇതിന്റെ ഇതേ ഓർഡറിൽ തന്നെ അല്ലേ കൈനറ്റിക് എനർജി വരിക. കാരണം കൈനറ്റിക് എനർജി എങ്ങനെ കിട്ടുക, 12mv². അപ്പൊ അതേ ഇതിൽ നോക്കിയാൽ മതി. സ്പീഡ് കൂടുതലായിരിക്കാം എക്ക്, അപ്പൊ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കാം എക്ക്. സ്പീഡ് ഏറ്റവും കുറവായിരിക്കാം സിക്ക്, അപ്പോ സിയിൽ. അപ്പൊ ഏറ്റവും കൈനറ്റിക് എനർജി കുറവ് എവിടെയായിരിക്കും, സിയിലായിരിക്കും. എ എന്ന് പറയുന്ന പോയിന്റിലാണ് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക. അപ്പൊ ആൻസർ ഏതാ വരിക, രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ. നോക്ക്, കൈനറ്റിക് എനർജി അറ്റ് എ ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി അറ്റ് ബി ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി അറ്റ് സി. ഇതായിരിക്കും ആൻസർ കിട്ടുക. റെഡി അല്ലേ?